ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഷ്ണവീസ് വ്ലോഗ്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോണത് ക്യാരറ്റ് മെഴുക്ക് വരട്ടിയാണ്. അതിനു വേണ്ടി ഒരു 1/2 കിലോ ക്യാരറ്റ് എടുത്ത് തൊണ്ടൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വലിയ സബോള അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. ഈ ഒരു മെഴുക്ക് വരട്ടിക്ക് വേണ്ടി അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. സബോളയും നാളികേരവും പിന്നെ ഒരു തണ്ട് വേപ്പിലയും പിന്നെ ഇടിമുളകും അത്രയേ വേണ്ടൂ. അപ്പോൾ നമ്മൾ സബോള നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ അതൊരു ബ്രൗൺ കളറാവും. അപ്പോൾ നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളർ ആവാറായിട്ടുണ്ട്. ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ 1/2 മുറി നാളികേരമാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി ചേർത്ത് കൊടുക്കുന്നത്. അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ തീ ഹൈ ഫ്ലെയിമിലാണ് വെച്ചത്. ഇനിയിപ്പോൾ ഞാനത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. കാരണം മുളക് പൊടി ഇടുമ്പോഴത്തേനും അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് മുളക് പൊടി ഇടാൻ നോക്കാം കേട്ടോ. ഞാനൊരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ഉപ്പേരിക്കറികൾക്കെല്ലാം ഇടിമുളകാണ് എപ്പോഴും നല്ലത്. മുളക് പൊടി ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ എനിക്ക് അത്ര ടേസ്റ്റ് തോന്നാറില്ല. ഇടിമുളകിനാണ് എനിക്ക് എപ്പോഴും ടേസ്റ്റ് തോന്നാറുള്ളത്. ഇത് കരിയാണ്ട് പെട്ടെന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു 1/2 കിലോ ക്യാരറ്റ് ഉണ്ട്. ഇത് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒരു ലിഡ് വെച്ച് മൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു 2 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാണ്ട് നമുക്ക് നോക്കണം. അപ്പോൾ അതിനായി ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിച്ചിട്ടില്ല. നമുക്കിതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം ക്യാരറ്റിൽ നിന്നുള്ള വെള്ളം അതിലേക്ക് വന്നോളും. വീണ്ടും നമുക്ക് ഒന്ന് ലിഡിൽ വെച്ച് മൂടി കുറച്ച് നേരം കൂടെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് ചോറിന് വേണ്ടി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വേറെ കറികളൊന്നും വേണ്ട. അത്രയും ടേസ്റ്റ് ഉള്ളൊരു മെഴുക്ക് വരട്ടിയാണിത്. നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല ഇഷ്ടമാവും. ഇപ്പോൾ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചൂടാറിയിട്ട് വേറൊരു ഡിഷിലേക്ക് നമുക്ക് പകർത്താം കേട്ടോ. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഞാൻ വേറൊരു ഡിഷിലേക്ക് പകർത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്കും ഷെയറും കമൻറ്റും ചെയ്തേക്കണേ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ, സീ യു.